നമ്മൾ തിരിച്ച് ഡിസ്കഷനിൽ ആദ്യം പറഞ്ഞു പോയത് നമ്മൾ ഒരു സൈഡിൽ വി ഹാവ് എൻ്റർടൈൻമെൻറ്റ്, വേറൊരു സൈഡിൽ ടെക്നോളജി. ഇതിൽ രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമ്മൾ സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കഴിഞ്ഞ 3-4 വർഷം കേരള പോലീസിൻ്റെ സഹായത്തോടു കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വളരെയധികം മാറ്റം നമ്മളെ യൂത്തിനെ മാറ്റിയെടുക്കാൻ നമ്മൾ കേരള പോലീസിൻ്റെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റർ വഴി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൽ 2 കാര്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ടെക്നോളജിയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി രണ്ടും തമ്മിലുള്ള ഇതാണ്. അതേ കണക്ക് വേറൊരു സൈഡുണ്ട്. നമ്മളൊരു യൂസേഴ്സ് ഇല്ലെങ്കിൽ നമ്മളൊരു ഗെയിം ഉപയോഗിക്കുന്ന ഒരു യൂസറും ഇത് നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ ഇത് ആരാണോ ഈ ഒരു കമ്പനി ഇതിലോട്ട് പമ്പ് ചെയ്യുന്ന അവർ തമ്മിൽ. അപ്പം ഇതിന് രണ്ടുപേർക്കും അതിന് വേണ്ട റെഗുലർ ചെയ്തുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ മോഡിഫിക്കേഷൻസ് വന്നത്. അപ്പം ഫൈന് വരുമ്പോൾ അത് യൂസേഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇത് എങ്ങനെയാണോ ഈ ആപ്പുകൾ ഉണ്ടാക്കി ഇത് പമ്പ് ചെയ്യുന്നവർക്ക് അവരെ എങ്ങനെ മോണിറ്റർ ചെയ്യാം, അവരെ എങ്ങനെ ഇത് ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം, അവർക്ക് എങ്ങനെ എന്തൊക്കെ നടപടി. അപ്പം അതിൽ ഇതിപ്പം ഓവർ നൈറ്റ് ഇതിനെല്ലാം കേർബ് ചെയ്യുമെന്നല്ല. ഇത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനെ അവരെ നോഡൽ ഏജൻസി ആക്കി അവരിലൂടെ ഇതിനൊരു പ്രോപ്പർ മോണിറ്ററിങ്ങും അത് കുറച്ചുകൂടെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ചുകൂടെ ഇതൊരു കേർബിങ് അല്ല, ഇതിനെ വളരെ ഒരു സ്ട്രക്ചറൽ ആൻഡ് ഓർഗനൈസ്ഡ് ആക്കി മാറ്റുന്നതാണ് ഈ നിയമം എന്നാണ് ഞാൻ വായിച്ച് അനലൈസ് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇതൊരു ടെക്നോളജിയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഫൈറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിനെക്കാട്ടിയും ഇതിൽ നിയമപരമായി ഇല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ മാനേജ് ചെയ്ത് ഇന്ത്യയുടെ നിയമം, ഇന്ത്യയുടെ ചട്ടക്കൂടിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഇന്ത്യയുടെ സിറ്റിസൻസിന് ഒരു ആപത്തും ഉണ്ടാവാത്ത രീതിയിൽ ഇതിനെ ലോങ് റണ്ണായിട്ട് ഓട്ടിക്കുന്നതിൽ ഇനിയും FDIയുടെ ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് ഇങ്ങനൊരു മൂവ് വന്നാൽ FDI ഇനിയും ഗ്രോ ആവും, ഇൻഡസ്ട്രി ഇനിയും ഗ്രോ ആവും, കുറച്ചുകൂടെ നല്ല വശത്തോട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ മറ്റൊരു സംശയം കൂടി ചോദിക്കുകയാണ്. ഈ നിയമവശമായിട്ട് ഏത് തരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ ബാൻ ചെയ്യുന്നു, ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾക്കുണ്ട്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ പെട്ടെന്നൊരു ദിവസം കളിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അവർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം, ഇനി നിയമപരമായിട്ട് വരുന്ന മറ്റ് വിഷയങ്ങൾ, ഈ ആപ്പുകൾ ഇനി മറ്റ് രീതിയിൽ കോടതിയെയും മറ്റും സമീപിച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊക്കെയുള്ള വിഷയം ഇതെല്ലാം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്. ഇന്ത്യയിലൊരു വ്യവസായം ഓടണമെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് തന്നെയാണ് ഓടേണ്ടത്. അത് ഫേസ്ബുക്ക്, മെറ്റ ആയാലും ഏത് പ്ലേയേഴ്സ് ആയാലും ഇന്ത്യയുടേതായ ഒരു ചട്ടക്കൂടുണ്ട്. അത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്ത്യയിലെ സിറ്റിസൻസിന് വേണ്ടിയാണ്. അപ്പോൾ സിറ്റിസൺ ഡ്രിവൺ ആയിട്ടൊരു നിയമം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെയല്ല ഈ നടപടി വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളെപ്പോഴും പറയും, ഇപ്പം നേരത്തെ നമ്മൾ ലോൺ ആപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം അതിൽ RBIയുടെ ഇതിൽ നോട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഈ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതല്ലാതെ കുറേ കയറി പറ്റുന്നുണ്ട്. അത് കണക്ക് തന്നെയാണ്. നമ്മളിപ്പം ഇതൊന്നും മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ഇത് രജിസ്റ്റേർഡായും അൺരജിസ്റ്റേർഡായും പ്രവർത്തിക്കുന്ന അത് നമ്മളിപ്പം ഇന്ത്യയിൽ 146 കോടി ജനങ്ങളുണ്ടെങ്കിൽ 146 കോടി ജനങ്ങളുടെയും അല്ലെങ്കിൽ UIDയോ ആധാറോ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ എടുക്കുന്ന കണക്ക് ഒരു വ്യവസായം ഓടുമ്പോൾ ഇതിൻ്റെ ഓതൻറ്റിസിറ്റി, ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് ഫ്ലോ, ഏത് FDI വഴിയാണ് ഫണ്ട് ഫ്ലോ വരുന്നത്, ഇല്ലെങ്കിൽ അത് രാജ്യസുരക്ഷയ്ക്ക് എതിരാണോ, ഇല്ലെങ്കിൽ അത് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പിലുണ്ട്. ഇതിൽ ഒരു സൈഡിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയെ കേർബ് ചെയ്യുന്നില്ല. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരു ഇൻഡസ്ട്രിയെ 10-25 വർഷം കൊണ്ട് ഇന്ത്യയിൽ കൊണ്ട് ഓട്ടിക്കുന്നതാണ്. അപ്പോൾ അത് ഓവർനൈറ്റ് ഇതിനെ ഒരിക്കലും ഗവൺമെൻറ് അങ്ങനെ ഇത് ഒരിക്കലും ചെയ്യത്തില്ല. അവർക്കറിയാം ഇതൊരു ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഇത് പ്രോപ്പറായി ഇന്ത്യൻ നിയമത്തിൽ അതിന് തടസ്സം വരാത്ത രീതിയിൽ, ജനഹിതത്തിന് എതിരാവാത്ത രീതിയിൽ ഇവിടെ അപ്പം ഇനിയും വ്യവസായം കൂടുകയേ ഉള്ളൂ ഈ ഒരു നിയമത്തോടു കൂടിയെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്.